അതായത് പീലിപ്പോസ് കണ്ടില്ലേ, പീലിപ്പോസിന് ഒരു നോട്ട് കിട്ടിയപ്പോൾ തന്നെ പീലിപ്പോസോട് എന്താ പറഞ്ഞത്? ആ രഥത്തിലൂടെ പോകുന്നത് ഫൈനാൻസ് മിനിസ്റ്ററാണ് എത്യോപ്യയിലെ. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കാൻ പോയും. അപ്പോഴെന്താ പറയണത്? ഓ നടക്കണ്ടേ, അയാൾ വല്ലതും പറയുക, അയാളെന്നെ പിടിച്ചോണ്ട് പോവുക, അങ്ങനെയല്ല, ഓടിയെത്തിയെന്നേ പറഞ്ഞ. അടാ പറഞ്ഞത് കേട്ടത് പാതി കേൾക്കാത്തത് പാതി. പ്രേക്ഷിതൻ അങ്ങനെയാണ്. ഒരാളെ ഈശോയെ അറിയിക്കുന്നതിന് വേണ്ടി അപ്പോസ്തലൻ്റെ ഒരു ഓട്ടമുണ്ട്. അതായത് അത് നടന്നല്ല തീർക്കണത്. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, പൗലോസ് അങ്ങനെ പറയണത്, ഞാൻ നല്ല ഓട്ടം ഓടി. ഇവിടെ വായിച്ച ശ്രുതികടെ ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന ആരാധന ആരാധന, യേശുവേ നന്ദി, മഹത്വം മഹത്വം മഹത്വം, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 2 തിമോത്തിയോസ് 4:7. 2 തിമോത്തി 4:7. ഞാൻ നന്നായി പൊരുതി എന്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. അപ്പം അത് അപ്പോസ്തലൻ്റെ ഒരു ഫെർവൻസാണ്. അതായത് ആരെ കണ്ടാലും അവരെ ക്രിസ്തുവിനെ അവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു തീഷ്ണത. ഇത് നമ്മൾ, എനിക്ക് തോന്നുന്നത് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഈ 2 കാര്യത്തിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. എന്താണ്? എനിക്ക് അപ്പോസ്തല പ്രേക്ഷിതരായ മറ്റുള്ളവർ കർത്താവിന് കൈമാറാൻ വേണ്ടി പീലിപ്പോസിനെ പോലെ പൗലോസിനെ പോലെ എനിക്ക് ഓട്ടത്തീഷ്ണത നൽകണമെന്ന് പറയുന്നത്. ഓടിച്ചെന്ന്, അതായത് ചില ആൾക്കാരൊക്കെ പത്രം കൊടുക്കാനൊക്കെ താമസിക്കത്തില്ലേ, അല്ലേ? 30 പത്രം 30 ദിവസം കൊണ്ടല്ലേ കൊടുക്കുന്നത്. അത് ആർക്ക് കൊടുക്കുമെന്ന് അറിയാൻ പാടില്ല. അന്ധന്മാരെ പോലെ ഇങ്ങനെ വടിയും കൊണ്ട് കുത്തിറങ്ങുന്ന ആൾക്കാരെ പോലെ അല്ലേ ചില ആൾക്കാർ കൊടുക്കണം. അങ്ങനെയല്ല, ചില ആൾക്കാർ അവരുടെ കയ്യിരിക്കണം കൊടുക്കും. പിന്നെ എന്താണ്, വല്ല പള്ളികളിലും അതവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്കറിയാം അതെന്താ, അത് വായിച്ചാൽ തന്നെ ഈ മാസം കർത്താവ് ചെയ്ത ഫ്രഷായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. പിന്നെ ഒരു പത്താത്മകുറിപ്പാണ്. അതെന്താണ്, അച്ഛൻ്റെ ഇപ്പോൾ ഈശോ പറഞ്ഞുകൊണ്ടിരിക്കണില്ലേ, ഇതാണ് ഈ അടുത്ത മാസം നമുക്ക് പത്താത്മകുറിപ്പായിട്ട് വരണത്. അപ്പോൾ ഒന്ന് ദൈവവചനവും മറ്റ് ദൈവവചനം ആപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള അടയാള സാക്ഷ്യങ്ങളുമാണ് വരണത്. അതുകൊണ്ട് തന്നെ വെന്ത ബൈബിളാണ് ഈ വരണത്. അപ്പോൾ ആ ഒരു ബോധമുള്ളവൻ ഇത് മറ്റുള്ളവർക്ക് കൊടുക്കും. ഇപ്പം ഞങ്ങൾക്ക് ആ ഒരു തീഷ്ണത ഉള്ള, ഇപ്പോൾ ഇവിടെ ഒരു തീഷ്ണത ഉള്ളത് കൊണ്ടാണ് 22 ഭാഷയിൽ ഈ പത്രം ഉള്ളത്. 22 ഭാഷയിൽ കൃപാസന പത്രമുള്ളത് എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. ഇത് നമ്മൾ ലക്ഷ്യമാക്കണം. നിങ്ങളിപ്പോൾ എന്താ പ്രശ്നം? നിങ്ങൾ പച്ചത്തിരി നീലത്തിലേക്ക് കത്തിക്കുമ്പോഴും നിങ്ങളവിടെ ലക്ഷ്യമാക്കണത് എന്താണ്? നിങ്ങളുടെ വിസ ഒന്നുകൂടി നീട്ടിക്കിട്ടണം, അല്ലെങ്കിൽ വസ്തു വിറ്റ് കിട്ടണം. അങ്ങനെയുള്ള ഇപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ അങ്ങനെ ദൈവം ക്ഷമിക്കും. ഉടമ്പടി പുതുക്കിയിട്ടും ആ കച്ചവടം തന്നെയാണെങ്കിൽ നടക്കത്തില്ല ഈ പരിപാടി. ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് നീ പ്രേക്ഷിത പ്രവർത്തനത്തെ പുരോഗമിച്ചില്ല, അതുപോലെ വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ മൂലം വിശ്വാസം സജീവമാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടി നിരങ്ങാൻ സാധ്യതയുണ്ട്. ഓട്ടമല്ലവരാണ്, പിന്നെ നിരങ്ങാൻ പോകും. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് എന്ത്, ഈ ഉടമ്പടി എടുത്തിട്ട് നമ്മൾക്ക് എന്ത് പ്രയോജനം ഉണ്ടായി എന്ന് ദൈവം നോക്കിക്കൊള്ളൂ. നിങ്ങളെന്താ ചിന്തിക്കേണ്ടത്? ഞാൻ ഉടമ്പടി എടുത്തിട്ട് ദൈവത്തിന് എന്ത് പ്രയോജനം ഉണ്ടായി, അതാണ് സംഭവം. നേരെ മറിച്ചാണ് വരേണ്ടത്. ഞാൻ ഈ ഉടമ്പടി ജീവിതം തുടങ്ങിയിട്ട് അതുകൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനം ഉണ്ടായി. അപ്പോൾ ഉടമ്പടി ചിലപ്പോൾ സിൽവർ ഗ്രേ വരെ വന്നായിരിക്കും, പക്ഷേ ദൈവത്തിനുള്ള പ്രയോജനം വളരെ ചുരുക്കമായിരിക്കും. അവരെപ്പോഴും ആന്തി നടക്കണത് അവർക്കെന്ത് പ്രയോജനം ഉണ്ടായി, അവർക്കെന്ത് പ്രയോജനം ഉണ്ടായെന്നാണ്. ഇപ്പം ദൈവത്തിനാണ് എന്ത് പ്രയോജനം ഉണ്ടായെന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് ദൈവസ്നേഹം ഉള്ളവരാണ് അങ്ങനെ ചിന്തിക്കണത്. നിങ്ങൾക്ക് മാത്രം എന്ത് പ്രയോജനം ഉണ്ടായെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയങ്ങളുള്ള സ്നേഹമാണ്, ദൈവത്തോടുള്ള സ്നേഹം അല്ല. അപ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾ വളർന്നിട്ടില്ലെന്ന് എൻ്റെ അർത്ഥം. 5 പുതുക്കി എനിക്കെന്ത് പ്രയോജനം ഉണ്ടായി, എനിക്ക് കിട്ടിയിട്ടുള്ള കുറേയൊക്കെ അനുഭവങ്ങൾ കിട്ടി, കുറേയൊക്കെ അടയാളം കണ്ട്, ഞാൻ സാക്ഷിയൊക്കെ പറഞ്ഞതാണ്. ഇങ്ങനെ ആണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, മറിച്ച് ദൈവത്തിന് എന്ത് പ്രയോജനം ഉണ്ടായി. ദൈവത്തിന് പ്രയോജനം ഉണ്ടായതായിട്ട് ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് GPS ആവശ്യമില്ല. നെറ്റ്വർക്കില്ലാതെ തന്നെ ഈ സാധനം ഹിറ്റ് ചെയ്യും.
അതെപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ ടെക്നിക്കാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരണം, അല്ല നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. എന്താണ് ഇതിന് ടെക്നിക്കാണ്. അതായത് ഈ ഉടമ്പടി ജീവിച്ചിട്ട് ദൈവത്തിന് എന്ത് പ്രയോജനം ഉണ്ടായി, ഞാൻ മൂലം എത്ര പേര് ഉടമ്പടി ജീവിതത്തിലോട്ട് വന്നു. ചിലർക്ക് പത്രം കൊടുത്തിട്ട് പോരും, ചിലർ അങ്ങനെയല്ല, അവർ എണ്ണിയിരിക്കുകയാണ് 100, 110, 150, 200 അങ്ങനെ എണ്ണിയിട്ടുണ്ടവർ. എന്താണ് അവർ മൂലം ഉടമ്പടി ജീവിതത്തിലൂടെ വന്ന ആൾക്കാരുടെ എണ്ണമാണത്. നിങ്ങൾ ചിലപ്പോൾ ഇതുപോലെയുള്ള സുവിശേഷ വേല ചെയ്യും, പക്ഷേ നിങ്ങളത് കിട്ടി അത് ആരെങ്കിലും വന്ന് കാണുമായിരിക്കും. അപ്പോൾ അതിനാണ് അത്ര കണ്ട് ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല. അപ്പോൾ അതെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകെ നടക്കണം. അതാണ് ആ ബൈബിളിനകത്ത് എഴുതി പീലിപ്പോസ് 2 കാര്യം ചെയ്തു. എന്താണ്? ഓടി വന്നു, പിന്നെ എന്താണ്? രഥത്തിൻ്റെ ഒപ്പം നടന്നു.